ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവത്തിന് സ്തുതി. നമ്മളിന്ന് ധ്യാനിക്കുവാൻ പോകുന്ന തിരുവചന ഭാഗം പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 23-ാം തിരുവചനം. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായിത്തീരരുത്. വചനം ഒന്നും കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. കർത്താവ് നമ്മളെ എല്ലാവരെയും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പോൾ കർത്താവിൻ നമുക്ക് വേണ്ടി നൽകപ്പെട്ട വില എന്താണെന്ന് ചോദിച്ചാൽ അത് അവിടുത്തെ തിരുരക്തത്തിൻ്റെ വിലയാണ്. അവിടുത്തെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഞാൻ പൈസ കൊടുത്ത് ഈ ഒരു ജപമാല വാങ്ങിയെങ്കിൽ ഈ ജപമാല പിന്നെ എൻ്റെ സ്വന്തമാണെന്ന് ഞാൻ പറയും. കാരണം ഈ ജപമാലയ്ക്ക് വേണ്ട വില ഞാൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ജപമാല പിന്നെ എനിക്ക് സ്വന്തമായിരിക്കുക. ഇവിടെ വചനം പറയുകയാണ്, കർത്താവ് നമ്മളെ എല്ലാവരെയും വിലയ്ക്ക് വാങ്ങിയതാണ്. അവിടുത്തെ സ്വന്തം ശരീരവും രക്തവും വിലയായി നൽകിക്കൊണ്ടാണ് നമ്മളെ അവിടുന്ന് വീണ്ടെടുത്തിരിക്കുക. അതുകൊണ്ട് നമ്മളിനി കർത്താവിൻ്റെ സ്വന്തമാണ്. വചനം പറയുകയാണ്, നിങ്ങൾ ആകയാൽ ഇനി മനുഷ്യരുടെ അടിമകളായി തീരരുത്. കർത്താവ് നമ്മളെ സ്വന്തമാക്കിയതുകൊണ്ട്. അതുകൊണ്ട് കർത്താവ് നമ്മളെ സ്വന്തമാക്കി സ്വീകരിച്ചിരിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. എന്തെങ്കിലുമൊക്കെ തിന്മയോ പാപങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുതാപമുള്ള ഒരു ഹൃദയമാണോ എനിക്കുള്ളത് എന്നാണ് അവിടുന്ന് നോക്കുക. അനുദിന ജീവിത വ്യാപാരങ്ങളിൽ നമുക്കറിയാം, നമ്മളൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ബോധപൂർവം ഒരു പ്രവൃത്തി ചെയ്തു. അത് ഞാൻ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുടെ അടുത്ത് ചെന്ന് ഞാൻ പറയുകയാണ്, ക്ഷമിക്കണം, എനിക്ക് ഇന്ന പോലെ ഒരു തെറ്റ് പറ്റിപ്പോയി. ഒരു പക്ഷേ ഞാൻ ആരോട് ചോദിക്കുന്നോ ആ ആൾ എന്നോട് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്, കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നില്ലേ, എന്തേ ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയോ, കുറച്ചുകൂടെ നന്നായി പോകണ്ടേ എന്നൊക്കെ എന്നോട് പറയാനായിട്ടുള്ള സാധ്യതകൾ ഏറെയുണ്ട്. പക്ഷേ ഇവിടെ കർത്താവ് അങ്ങനെ ഒന്നും നമ്മളോട് പറയുന്നില്ല. ഒറ്റ കാര്യമുള്ളൂ, നീ തിന്മ ചെയ്തോ, നീ അനുതപിച്ചോ. ഇത് മാത്രമാണ് കർത്താവ് ആശിക്കുക. ഈ അനുതാപത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും വരുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്തത് നല്ല കള്ളനെ നമ്മൾ കാണുകയാണ്. കർത്താവിൻ്റെ കുരിശിൻ്റെ സൈഡിൽ കിടന്ന കള്ളൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 23-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, നല്ല കള്ളൻ കർത്താവിനോട് പറഞ്ഞു, നീ ഇന്ന് നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പം എന്നെ കൂടെ ഓർക്കണമേ. അവനൊരു കാര്യം ചെയ്തു, അത് മനോഹരമായിട്ട് ആ കള്ളൻ ചെയ്ത കാര്യം എന്താണ്? അവൻ പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചു, അനുതപിച്ചു കഴിഞ്ഞിട്ട് അവൻ കർത്താവിനോട് പറഞ്ഞു, നീ നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഒന്ന് ഓർക്കണമേ. അനുതാപം ദൈവത്തിൻ്റെ ഹൃദയം തുറക്കാനുള്ള ഏറ്റവും നല്ല ഒരു വാതിലാണ്. അനുതാപ ചൈതന്യമാണ് നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുക. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിൽ സെൻട്രൽ നടന്ന ധ്യാനത്തിൽ ഒരു സഹോദരൻ ധ്യാനിക്കാനായിട്ട് ഉണ്ടായിരുന്നു. ആ സഹോദരൻ നല്ല ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. ധ്യാനത്തിന് ഞായറാഴ്ച ധ്യാനം തുടങ്ങി തിങ്കളാഴ്ച രാവിലെ എന്നോട് ചോദിച്ചു, സിസ്റ്ററെ, രക്ഷയുടെ കവാടത്തിലേക്ക് പ്രവേശിക്കുന്ന ദിനം എന്നാണ്? എനിക്ക് പെട്ടെന്ന് തിരിഞ്ഞില്ല. സിസ്റ്ററെ, രക്ഷയുടെ കവാടത്തിലേക്ക് പ്രവേശിക്കുന്ന ദിനം എന്നാണ്? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഉദ്ദേശിക്കുക? അപ്പോൾ സഹോദരൻ പറഞ്ഞു, കുമ്പസാരത്തിൻ്റെ ദിവസം. അപ്പോൾ രക്ഷയുടെ കവാടത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ദിവസം വന്നതേ ഈ സഹോദരൻ അന്വേഷിക്കുകയാണ്. എന്നിട്ട് ആ സഹോദരൻ പറഞ്ഞു, സിസ്റ്റർ, ആ കവാടത്തിലൂടെ ഒന്ന് കയറി ഇറങ്ങിയാൽ എനിക്ക് വലിയൊരു സമാധാനം ഉണ്ടാകും. ആ കവാടത്തിലൂടെ ഒന്ന്, അനുതാപത്തിൻ്റെ കവാടത്തിലൂടെ വിശുദ്ധ കുമ്പസാര വേദിയിലേക്ക് കടന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മോചിതമായി കഴിഞ്ഞാൽ അയാൾ പറയുകയാണ്, എനിക്ക് വലിയൊരു സമാധാനമായി, എനിക്ക് വലിയൊരു സന്തോഷമായി. അനുതപിക്കുന്ന ഹൃദയത്തെയും എളിമയുള്ള ആത്മാവിനെയും ദൈവം നിരസിക്കില്ല എന്നാണ് പറയുക. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 18-ാമത്തെ വചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത്, പിതാവേ, അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു. ധൂർത്തപുത്രൻ പറയുകയാണ്, പിതാവേ, അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ചുള്ള ആഴമായ അനുതാപം ഈ വ്യക്തിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക. മാലിന്യക്കുഴിയിൽ നിന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വിശുദ്ധിയിലേക്ക് കടന്നു വരാനുള്ള
ഏറ്റവും നല്ല ഉത്തമമായ മാർഗം എന്ന് പറയുന്നത് അനുതാപമാണ്. കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയവരായതുകൊണ്ട് ആ വില വിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഓരോന്നും ഓർത്ത് നമ്മൾ അനുതപിക്കാനായിട്ട് കടപ്പെട്ടവരാണ്. ഞാൻ നന്നായി അനുതപിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ഈ അനുതാപ ചൈതന്യം ഞാൻ ഏറ്റുപറയും, കർത്താവിനോട് ഏറ്റുപറയും, നല്ല കുമ്പസാരത്തിലൂടെ ഏറ്റുപറയും. നമുക്കറിയാം, സഭ പാപികളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ്. പാപം ചെയ്യുക എന്നതിനേക്കാൾ ഭേദം മരണമാണ്. അപ്പം അശുദ്ധിയിൽ നിന്ന് വിട്ടുനിന്ന് ജീവിത വിശുദ്ധി കൈവിരിച്ച ഒരുപാട് വിശുദ്ധാത്മാക്കളെ നമ്മൾ കാണുന്നുണ്ട്. പാപത്തിന് തന്നെ കൊടുക്കുക, അതിലും ഭേദം മരിക്കുന്നതാണ്. വിശുദ്ധ മരിയ കുര്യത്തി നമ്മുടെ മുൻപിൽ കാണിച്ചു തരുന്നത് ആ വലിയ ഒരു സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടേതുമായിട്ടുള്ള വലിയൊരു മാതൃകയാണ്. എങ്ങനെയായാലും എത്ര വിശുദ്ധിയിൽ നമ്മൾ ജീവിച്ചു വരികയാണേലും അറിഞ്ഞും അറിയാതെയും ഈ തിന്മകളൊക്കെ നമ്മളെ തൊട്ടാണ് കടന്നു പോവുക. അപ്പോൾ നമ്മൾ ഒരു വീട്ടിൻ്റെ അന്തരീക്ഷത്തിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺവെൻറ്റിൻ്റെ അന്തരീക്ഷത്തിലൊക്കെ ആണെങ്കിൽ കയ്യിലൊരൽപ്പം ചെളി പറ്റിയെന്ന് നമുക്കൊരു ബോധ്യപ്പെട്ടാൽ നമ്മളത് ഓടിപ്പോയി അത് കഴുകും. അതല്ലെങ്കിൽ നമ്മളത് എവിടെയെങ്കിലും ഒന്ന് തൂത്ത് തുടച്ച് വെക്കും. എൻ്റെ കയ്യിലുള്ള ചെളി എൻ്റെ ദേഹത്ത് തന്നെയായിരിക്കും ഞാൻ തൂത്ത് തുടച്ച് വെക്കുക. അതൊരു സ്വാഭാവിക കർമ്മമാണ്, നമ്മൾ ചെയ്യുന്നൊരു സ്വാഭാവികമായ കർമ്മമാണ്. അങ്ങനെയാണെങ്കിലോ ആത്മാവിൽ അറിഞ്ഞും അറിയാതെയും എന്തുമാത്രം കറയും ചെളിയും ഒക്കെ പുരുളുന്നുണ്ട്. അതെല്ലാം ഒന്ന് അനുതാപത്തോടെ ഏറ്റുപറയുവാൻ വിശുദ്ധ കുമ്പസാരവേദിയിലേക്കാണ് നമ്മൾ പോവുക. അനുതാപത്തിൻ്റെ ഈ കവാടം തുറന്ന് രക്ഷയുടെ മാർഗത്തിലേക്ക് എത്തുമ്പോഴാണ് ആ വലിയ കൃപ നമുക്ക് കിട്ടുക. കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു കുഞ്ഞുവാവയെ അമ്മ എടുത്തിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കൊച്ച് കളിക്കുന്നതിനിടയിൽ അമ്മച്ചിയുടെ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ മുഖത്തിനിട്ട് അടിക്കുന്നു, മുടി മുഴുവനും വലിച്ചു പറിക്കുന്നു, നല്ല രീതിയിൽ നല്ല അടി കൊടുക്കുക. ആ കുഞ്ഞിൻ്റെ ഉള്ള ആരോഗ്യം അനുസരിച്ച് അടി കൊടുക്കുക. പക്ഷേ അമ്മ ആ അടി ഒന്നും മൈൻഡ് ചെയ്യുന്നേയില്ല. ഞാൻ നോക്കിയപ്പോൾ ഓരോ അടി സ്നേഹത്തോടെ സ്വീകരിക്കുക. തല ഇങ്ങനെ വലിച്ചു പറിച്ചപ്പം സ്നേഹപൂർവ്വം അമ്മ ആ കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ സാവകാശം പറിച്ചു മാറ്റുകയാണ്. എന്നിട്ട് അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് തുരുതുരാ ചുംബനം അതിന് കൊടുക്കുക. ഒരു സ്നേഹത്തിൻ്റെ മാതൃക അറിയാതെ നോക്കി നിന്ന് പോവുകയായിരുന്നു അവിടെ. ഞാൻ ഉടനെ ഓർത്തു, സ്വർഗീയ പിതാവ് എന്തുമാത്രം തെറ്റുകളാണ് ഇതുപോലെ ഓരോ ദിവസവും എന്നോട് ക്ഷമിക്കുന്നത്, നിങ്ങളോട് ക്ഷമിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ പല അടിയും ഈ അമ്മ ശ്രദ്ധിക്കുന്നേയില്ല. വേദനയൊക്കെയുണ്ട്, വേദനയില്ലാഞ്ഞിട്ടൊന്നുമല്ല. മുടിയൊക്കെ വലിച്ചു പറയിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേദനയുണ്ടാകും. പക്ഷേ അതൊന്നും അമ്മ മൈൻഡ് ചെയ്യുന്നില്ല, അതെല്ലാം അമ്മ സ്വീകരിക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ സ്വർഗീയ പിതാവ് നമ്മളുടെ അനുദിന ജീവിതത്തിൽ കടന്നു വരുന്ന ചെയ്തു കൂട്ടുന്ന എത്രയോ പാപങ്ങൾ അവൻ വിട്ടുകളയുന്നു, എത്രയോ കാര്യങ്ങൾ വിസ്മരിച്ച് കളയുന്നു. അപ്പം എന്നാൽ ഈ കൊച്ച് ഒരു പ്രായം ചെന്നിട്ടാണ്, ഒരു 10-20 വയസ്സായിട്ടാണെന്ന് വിചാരിക്കുക, ഈ കുഞ്ഞ് തന്നെ അമ്മയെ അടിക്കുകയാണെങ്കിലോ അമ്മയ്ക്കത് വിഷമമാകും, കുഞ്ഞിന് വിഷമമാകും. കുഞ്ഞുടനെ അത് ആ മകൻ അവിടെ ചിലപ്പോൾ സോറി പറയാനായിട്ട് സാധ്യതകൾ ഏറെയുണ്ട് മുൻപിൽ. സഹോദരങ്ങളെ, സ്വർഗീയ പിതാവിന് മുൻപിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കർത്താവിനെ വേദനിപ്പിക്കുന്നുവെന്ന് നമുക്ക് ബോധ്യമായി ആ നിമിഷം തന്നെ ക്ഷമിക്കണമേ കർത്താവേ, എനിക്ക് തെറ്റിപ്പോയി എന്നൊന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ അവിടെ സ്വർഗ കവാടം നമ്മുടെ മുൻപിൽ തുറക്കപ്പെടുകയാണ് ചെയ്യുക. ഈ കൊച്ചു കുഞ്ഞിനെ പോലെ യൂദാസ് തെറ്റ് ചെയ്തു, പക്ഷെ അവൻ അനുതപിച്ചൊന്ന് തിരിച്ചു വന്നില്ല. പത്രോസ് തെറ്റ് ചെയ്തു, കർത്താവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ നമ്മൾ കാണുകയാണ് പത്രോസ് അതീവ സ്നേഹത്തോടുകൂടെ തിരികെ വരുന്നു. തൻ്റെ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിച്ച് വിങ്ങിപ്പൊട്ടി കരയുന്ന ഒരു പത്രോസിനെ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പം അനുതാപ ചൈതന്യം ഒരുപാട് നമ്മളെ ദൈവത്തിലേക്ക് എത്തിക്കുകയാണ്. അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ പാപങ്ങളെയും ഓർത്ത് അനുതപിക്കുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ, നല്ല കുമ്പസാരത്തിലൂടെ അതെല്ലാം ഏറ്റുപറയുവാൻ സാധിച്ചെങ്കിൽ സ്വർഗ കവാടം നമ്മുടെ മുൻപിൽ തുറക്കുകയാണ്. ഞാനൊരു പുസ്തകത്തിൽ ഒരു കഥ വായിച്ചത് ഈ സമയം ഓർത്തു പോവുകയാണ്. ഒരു യുവ രാജാവ്, അദ്ദേഹം ഒരു യുദ്ധത്തിലൊക്കെ വിജയിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് ഭയങ്കര മതിമറന്ന ആനന്ദമാണ്. എന്നാൽ മറ്റൊരു യുദ്ധത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാലോ അത് വളരെ സഹിക്കാൻ മേലാത്ത ദുഃഖം. ഈ രാജാവിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ അസ്ഥിരമാണ്, അതിലങ്ങോട്ട് നിലനിൽക്കാനായിട്ട് പറ്റുന്നില്ല. ഈ അവസ്ഥയിൽ ഒരു ജ്ഞാനിയായ ഒരുവിനെ കാണാൻ വേണ്ടി ഈ യുവരാജാവ് ഇറങ്ങിപ്പുറപ്പെടുകയാണ്.
അങ്ങനെ ജ്ഞാനിയായ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തി കാര്യങ്ങളൊക്കെ ഉള്ളു തുറന്ന് ഈ യുവരാജാവ് ഷെയർ ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് വിജയത്തിൽ ഞാൻ ഒരുപാട് മതിമറന്ന് ആനന്ദിക്കുന്നു. പരാജയങ്ങൾ വരുമ്പോൾ ഞാൻ അതിൻ്റെ അങ്ങേറ്റത്തേക്ക് ഇങ്ങനെ വഷളായി പോകുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഒരു അസ്ഥിരമാണ്, സ്ഥിരമായിട്ടൊന്നും നിൽക്കുന്നില്ല. അതുകൊണ്ട് ഇതിനൊരു ഒരു ഒരു വഴി പറഞ്ഞു തരാമോ എന്ന് ഞാനോട് ചോദിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം വളരെ ശ്രദ്ധാപൂർവം കേട്ടിട്ട് ഞാൻ പറഞ്ഞു, ഒരു 3 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി യുവരാജാവ് അവിടുന്ന് ഇറങ്ങി. 3 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം വളരെ പ്രത്യാശയുള്ളവനായി തിരിച്ച് ഈ ജ്ഞാനിയുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. അപ്പോഴേക്ക് ജ്ഞാനി ഒരു മോതിരം ഒക്കെ തരപ്പെടുത്തി മോതിരത്തിൻ്റെ മുകളിൽ ഒരു വാചകവും കൊത്തിവെച്ചു. അപ്പം രാജാവ് ജ്ഞാനിയെ സമീപിച്ചപ്പോൾ ഈ ജ്ഞാനി പറഞ്ഞു, അല്ലയോ രാജാവേ, അവിടുന്നേക്ക് ഏറെ സന്തോഷം വരുമ്പോഴും എന്നാൽ ഏറെ ദുഃഖം വരുമ്പോഴും ഈ മോതിരത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങന്ന് ഒന്ന് വായിച്ചാൽ മതിയാവും എന്ന് പറഞ്ഞു. അപ്പം മോതിരം കൈ കൊടുത്തു. അപ്പം രാജാവ് മോതിരത്തിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു. അതിലെഴുതി കൊത്തി വച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ഒന്നും സ്ഥിരമല്ല. അതാണ് മോതിരത്തിൽ എഴുതിയിരിക്കുക, ഒന്നും സ്ഥിരമല്ല. രാജാവ് അത് നോക്കി ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടെ ജ്ഞാനിയുടെ അടുത്തു നിന്നും യാത്രയായി. ജ്ഞാനി അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ വഴിയിലേക്കും യാത്രയായി. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ചിന്തനീയമായിട്ട് എനിക്ക് തോന്നി. ഒന്നും സ്ഥിരമല്ല നമ്മുടെ ജീവിതത്തിൽ. നമ്മളെ കടന്നു വരുന്ന സന്തോഷങ്ങളാകാം, അഭിനന്ദനങ്ങളാകാം, അല്ലെങ്കിൽ നമ്മളെ തേടി വരുന്ന വലിയ ഉയർച്ചകളാകാം. ഇതൊന്നും സ്ഥിരമുള്ളതായിട്ടുള്ള കാര്യങ്ങളല്ല. അത് അന്നേരത്തേന് വന്നു, അന്നേരത്തേന് പോയി. പാപത്തിൻ്റെ സുഖവും ഇങ്ങനെ തന്നെയാണ്. അത് താൽക്കാലികമാണ്. പാപത്തിൻ്റെ സുഖം, ജഡത്തിൻ്റെ സുഖം, കണ്ണിൻ്റെ സുഖം, അല്ലേ, പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖം, അതൊക്കെ വെറും താൽക്കാലികമായി നമ്മളെ കടന്നു പോകുന്നവ. പാപം ചെയ്യുന്നവന് ഉള്ള വേതനം എന്ന് പറയുന്നത് അവൻ്റെ വേതനം പാപം തന്നെയാണ്. പാപത്തിൻ്റെ ശമ്പളം മരണം എന്നാണ് വചനം പറയുക, പാപത്തിൻ്റെ വേതനം. അപ്പോൾ താൽക്കാലികമായി നമ്മളൊരു പ്രവൃത്തിയിൽ ചെയ്യുകയാണെങ്കിലും അതിന് നമുക്ക് സ്ഥായിയായിട്ടുള്ള ഒരു സന്തോഷം തരാനായിട്ട് സാധ്യമല്ല എന്നാണ് തിരുവചനം പറയുക. രാവും പകലുമൊക്കെ ഒരുപോലെ ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ട്. രാവും പകലുമൊക്കെ ഒരുപോലെ തിന്മ ചെയ്ത് പാപത്തിന് അടിമകളായി ജീവിക്കുന്നവരുണ്ട്. പക്ഷേ പാപം ചെയ്തു, മാനുഷികമാണ്, സ്വാഭാവികമാണ്. ഒരു നിമിഷ നേരത്തേക്ക് ദൈവമേ എനിക്ക് തെറ്റിപ്പോയി എന്നുള്ള ഒരു ചിന്ത ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് ആത്മീയമായി ഉയർത്താനായിട്ട് സാധിച്ചുവെങ്കിൽ അത് വളരെ വലിയ കാര്യമാണ്. അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായം 30-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്: ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനപദങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ മനുഷ്യരും പശ്ചാത്തപിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായൊക്കെ നമ്മളെ അറിയാതെ തന്നെ നമ്മളിൽ കടന്നുകൂടുന്ന അടിസ്ഥാന ഭാവങ്ങളുണ്ട്. അസൂയ, അഹങ്കാരം, നെഗളം, അല്ലേ, അത്യാവശ്യമായിട്ടുള്ള ഭോജനപ്രിയങ്ങൾ, അത്യാർത്തികൾ, ഇതൊക്കെ നമ്മളെ അടിസ്ഥാനപരമായി തന്നെ നമ്മളെ ഇങ്ങനെ അറിയാതെ തന്നെ നമ്മളിലൂടെയൊക്കെ കടന്നുകൂടുന്ന പാവ സാഹചര്യങ്ങളാണ്. വചനം പറയുകയാണ്, എല്ലാ മനുഷ്യരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. എളിയവൻ മുതൽ വലിയവൻ വരെ സകല മനുഷ്യരും അനുതാപ ചൈതന്യത്തിലേക്ക് കടന്നു വരണമെന്ന് അവിടുന്ന് ആശിക്കുക. നമുക്ക് മുൻപേ ജീവിച്ച് പോയ വിശുദ്ധാത്മാക്കൾ അവരൊക്കെ വാസ്തവത്തിൽ വിശുദ്ധരായിട്ട് ജീവിച്ചവരാണോ? അല്ല, അവർ വിശുദ്ധരായിട്ട് ജനിച്ചവരല്ല. പക്ഷേ ജീവിതം കൊണ്ട് അവർ വിശുദ്ധി പ്രാപിക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മളുടെ ജീവിതം കൊണ്ട് വിശുദ്ധിയിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളെന്താ പറയുവാൻ പോകുന്നത്, നമ്മളെന്താ പ്രവർത്തിക്കാൻ പോകുന്നത്, ദൈവം അത് കൃത്യമായി വ്യക്തമായി കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പം എന്താ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഇപ്പം എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, കർത്താവിനത് കൃത്യമായിട്ട് അറിയാം. തിരുവചനം നമ്മൾ കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 25-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്: മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു.
അതാ വചനം പറയുന്നത്. മനുഷ്യനിൽ ഉള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. മനുഷ്യനിലൊക്കെ ഉള്ളത് എന്താ? കർത്താവിന് വ്യക്തമായിട്ട് അറിയാം മനുഷ്യഹൃദയങ്ങളിൽ ഉള്ളത് എന്താണെന്ന്. അപ്പം മനുഷ്യഹൃദയങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്ന പാപത്തിൻ്റെ, ജഡത്തിൻ്റെ സുഖേച്ഛകൾ അനുതാപത്തിലൂടെ, പശ്ചാത്താപത്തിലൂടെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവുമാണ് നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുക. നമ്മൾ വണ്ടിക്കൊക്കെ പോകുമ്പം, വളരെ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ വണ്ടിയിൽ വൈപ്പർ നമുക്ക് കാണാം. അതിങ്ങനെ ആ ചില്ലയിൽ വീഴുന്ന ജലം അങ്ങോട്ടും ഇങ്ങോട്ടും തുടച്ചു മാറ്റും. മാത്രമല്ല ചിലപ്പം അതിനകത്ത് വെള്ളം ഇങ്ങനെ മുകളിലേക്ക് വന്ന് വൈപ്പർ അതിൽ പറ്റിയിരിക്കുന്ന പൊടിയ ചെളിയൊക്കെ കഴുകിക്കളയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ ആത്മാവിൽ പറ്റിയിരിക്കുന്ന ഈ കറ, ഈ പാപത്തിൻ്റെ ചെളി, ഇതൊക്കെ കഴുകിക്കളയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: അനുതാപം. അനുതപിക്കുന്ന ഹൃദയത്തെയും എളിമയുള്ള ആത്മാവിനെയും ദൈവം നിരസിക്കുകയില്ല. അനുതപിക്കുന്ന ഹൃദയത്തെയും എളിമയുള്ള ആത്മാവിനെയും ദൈവം നിരസിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അരുതുകൾ ആകാമെന്ന് പറയുമ്പോൾ അവനവിടെ പാപത്തിലേക്കും പാപ സാഹചര്യങ്ങളിലേക്കും പോവുകയാണ്. ദൈവത്തെ പോലെ ആയിത്തീരാനുള്ള മനുഷ്യൻ്റെ ഒരു വാഞ്ചയുണ്ടല്ലോ, അല്ലേ? ഇന്ദ്രിയങ്ങൾ പാപത്തിലേക്ക് അവൻ വിട്ടുകൊടുക്കുകയാണ്. ഇന്ദ്രിയങ്ങൾ പാപത്തിലേക്ക്, തിന്മയിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഷെയർ ചെയ്ത കാര്യം ഞാൻ ഓർക്കുകയാണ്. സിസ്റ്ററെ, 28 വർഷമായി കുമ്പസാരിച്ചിട്ട് പ്രത്യേകിച്ച് എന്താ ഒന്ന് കുമ്പസാരിക്കാനുള്ളതെന്ന് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പറയാണ്, 28 വർഷമായി കുമ്പസാരിച്ചിട്ട്, പക്ഷേ പ്രത്യേകിച്ച് എന്നാ ഒന്ന് കുമ്പസാരിക്കാനായിട്ടുള്ളതെന്ന് ആലോചിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലത്രേ. എന്ന് വെച്ചാൽ ആ ആത്മാവിൻ്റെ അവസ്ഥ ഏതാ നന്മ ഏതാ തിന്മ എന്ന് വിവേചിക്കാൻ പോലും ആവാത്ത വിധത്തിൽ മൂടപ്പെട്ടിരിക്കുന്നു. നന്മയേത് തിന്മയേതെന്ന് വിവേചിച്ചറിയാൻ ആവാത്ത വിധത്തിൽ ഹൃദയം മന്ദീഭവിച്ചിരിക്കുകയാണ്. പാപത്തിൻ്റെ, തിന്മയുടെ, മ്ലേച്ഛതയുടെ വേര് എല്ലാം ആഴങ്ങളിൽ വേരൂന്നി ആ ദൈവത്തിൻ്റെ വരപ്രസാദത്തെ നഷ്ടമാക്കിയപ്പോൾ അദ്ദേഹത്തിന് അറിയത്തില്ല എന്താണ് പാപമെന്ന്. നമുക്കറിയാം, വിശുദ്ധാത്മാക്കളൊക്കെ ഒരു ചെറിയ പാപം ചെയ്തു കഴിഞ്ഞാൽ, തിന്മ ചെയ്തു കഴിഞ്ഞാൽ അടിക്കടി അവർ നല്ല കുമ്പസാരത്തിലേക്ക് അവരുടെ ആത്മാവിനെ പ്രവേശിപ്പിക്കും. ചെയ്ത കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ല കുമ്പസാരം നടത്തി വിശുദ്ധരായിട്ട് അവർ ജീവിക്കും. നമ്മുടെ ആത്മാവിൽ പറ്റിയിരിക്കുന്ന ഈ ചെളിയൊക്കെ നമുക്കാണ് കൂടുതലായിട്ട് അറിയാവുന്നത്, മറ്റുള്ളവരെക്കാൾ ഉപരിയായിട്ട്. ദമ്പതി ധ്യാനം നടത്തിയപ്പോൾ 2 ദമ്പതികൾ പങ്കുവച്ചു. ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുക, സിസ്റ്റർ, ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്, ഒരുമിച്ചാണ് വസിക്കുന്നത്, പക്ഷേ ഈ മനുഷ്യൻ്റെ ആത്മാവിൽ പറ്റിയിരിക്കുന്ന പടലങ്ങൾ, പൊടി പടലങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ലോ സിസ്റ്റർ, അതുകൊണ്ടൊന്ന് പറഞ്ഞു കൊടുക്കണം സിസ്റ്ററെ, നല്ലൊരു കുമ്പസാരം നടത്താൻ. ഒരുമിച്ച് ജീവിക്കുന്നെന്ന് ഓർത്ത് നമ്മൾ വ്യക്തിപരമായി ചെയ്യുന്ന പാപത്തിൻ്റെ കർമ്മങ്ങൾ നമ്മുടെ കൂട്ടത്തിലുള്ളവർ അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പം ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ചെറിയ കാര്യങ്ങൾ പോലും പാപമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ഏറ്റുപറയാനായിട്ട് സാധിക്കും. ഏറ്റുപറച്ചിൽ നമുക്ക് വലിയ സന്തോഷം തരും. 15 വർഷത്തോളം പഴക്കമുള്ള ആസ്മാരോഗമുള്ള ഒരു സഹോദരി ധ്യാനത്തിൻ്റെ 5 ദിവസങ്ങൾ സമ്പൂർണമായി പ്രാർത്ഥിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് ആ സഹോദരി പറഞ്ഞു, എനിക്ക് ഒന്നും കൂടെ ഒരു കുമ്പസാരം നടത്തണം. ഞാൻ ചോദിച്ചു, കുമ്പസാരിച്ചില്ലേ? കുമ്പസാരിച്ചു. ഒരു കുമ്പസാരം കൂടെ വേണം. എന്താണ് ചോദിച്ചു. പറഞ്ഞു, സിസ്റ്റേ, എനിക്ക് കുറേ കാര്യങ്ങൾ വചനം കേട്ടപ്പോൾ വെളിപ്പെട്ട് കിട്ടി. അതെല്ലാം എൻ്റെ പാപവശങ്ങളാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. എനിക്കതെല്ലാം ഒന്നും കൂടെ ഏറ്റുപറയണം. പറഞ്ഞതാണ്, പക്ഷേ അതിന് കൃത്യതയുണ്ടായിരുന്നില്ല, വ്യക്തതയുണ്ടായിരുന്നില്ല. പാപവശങ്ങളെല്ലാം എനിക്ക് ബോധ്യപ്പെട്ട് കിട്ടി. ഒന്നും കൂടെ ഏറ്റുപറയണം. അങ്ങനെ ഒന്നും കൂടെ നല്ലൊരു കുമ്പസാരം നടത്തി. ചുരുക്കി പറഞ്ഞാൽ, വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് ഈ സഹോദരി വളരെ ആരോഗ്യമുള്ളവളായി ധ്യാന സെൻറ്ററിൽ നിന്ന് യാത്രയായി. ധ്യാനം കഴിഞ്ഞ് 3-ാം ദിവസം ബുധനാഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ,
ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇന്ന് വരെ എനിക്കുണ്ടായിരുന്ന ആസ്മ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് തുമ്മലായിരുന്നു. അലർജി ഉണ്ടായില്ല, ആസ്മ ഉണ്ടായില്ല. എനിക്ക് പരിപൂർണമായ സൗഖ്യം കർത്താവ് തന്നു. സിസ്റ്റർ, ഒന്ന് അടുത്ത ബാച്ചിൽ ധ്യാനത്തിൽ എൻ്റെ സാക്ഷ്യം ഒന്ന് പറഞ്ഞേക്കണമേ. അപ്പം വർഷങ്ങളായി ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ചില ഓർമ്മകൾ, ചില വ്യക്തികൾ, ചില സംഭവങ്ങൾ, ചില സ്വാധീനങ്ങൾ ആ മകൾ തന്നെ പറയുകയാണ്, എന്നെ ക്രമേണ രോഗിയാക്കി മാറ്റുകയായിരുന്നുവെന്ന്. നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പാപങ്ങൾ, പാപത്തിൻ്റെ സാഹചര്യങ്ങൾ, പാപസമ്മർദ്ദങ്ങൾ നമ്മളെ രോഗികളാക്കി മാറ്റാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തിനാണ് അനാവശ്യമായ രോഗങ്ങൾ നമ്മൾ പേറുക? ദൈവം നമുക്ക് തന്നിട്ടുള്ള ആരോഗ്യം ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ, സഹോദരങ്ങളെ ശുശ്രൂഷിക്കുവാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് പാപം മൂലം നമ്മളിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ നമുക്ക് നമ്മുടെ പാപാവസ്ഥയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കർത്താവ് അത് ഏറ്റെടുക്കും. അതല്ലേ വചനം നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, അവിടുത്തെ രക്തത്തിൻ്റെ വിലയാൽ വാങ്ങപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ കർത്താവിൻ്റെ സ്വന്തമാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ. കർത്താവിന് ഞാനും സ്വന്തം, കർത്താവ് എനിക്കും സ്വന്തം. അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ അല്പം കൂടെ നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. പാപങ്ങളോടും പാപ സാഹചര്യങ്ങളോടും ഒക്കെ വിട പറഞ്ഞ് പുണ്യപ്പെട്ട മനുഷ്യരായി നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി വളരെ പ്രത്യേകമായ വിധം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അവിടുന്ന് ഞങ്ങളെ നോക്കി ആശിക്കുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതങ്ങളെയൊക്കെ ക്രമപ്പെടുത്തിക്കൊണ്ട് പാപവും പാപത്തിൻ്റെ സ്വാധീനങ്ങളും പാപത്തിൻ്റെ സാഹചര്യങ്ങളുമൊക്കെ ബോധപൂർവം ഉപേക്ഷിച്ച് നന്മയിലും വിശുദ്ധിയിലുമൊക്കെ ജീവിപ്പാൻ ആവശ്യവുമായ കൃപാവരം ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, പാപം മൂലം ഞങ്ങൾ രോഗികളാണെങ്കിൽ ദൈവമേ, ഞങ്ങളുടെ പാപാവസ്ഥയെ അനുതാപഹൃദയത്തോടെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും അങ്ങയുടെ കൃപയാൽ വഴി നടത്തുകയും ചെയ്യണമേ. ആമേൻ.